ISROയുടെ വർക്ക് ഹൗസ് എന്നറിയപ്പെടുന്ന PSLVക്ക് ഇതെന്തു പറ്റി? തുടർച്ചയായ രണ്ടാം തവണയും മിഷൻ ഫെയിൽ ആയതോടെ സ്പേസ് വേൾഡ് ആകെ ഞെട്ടലിലാണ്. ഇന്ന് രാവിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്ത PSLV C62 മിഷൻ ഫെയിലായി. സാറ്റലൈറ്റ്സിനെ കറക്റ്റായിട്ട് ഓർബിറ്റിൽ എത്തിക്കാൻ സാധിച്ചില്ല റോക്കറ്റിന്. ഇതോടെ ഇന്ത്യയുടെ അന്വേഷ ഉൾപ്പെടെയുള്ള 16 സാറ്റലൈറ്റ്സും നഷ്ടമായി. ഈ മിഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മുടെ ഡിഫൻസ് കാപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിലെ മെയിൻ പേലോഡായ അന്വേഷ EOS-N1 DRDO ഡെവലപ്പ് ചെയ്ത ഒരു ഹൈടെക് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയിരുന്നു. ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇന്ത്യയുടെ മിലിറ്ററി പവർ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഇതിലുണ്ടായിരുന്ന അന്വേഷ വെറും ഒരു സാറ്റലൈറ്റ് അല്ല, DRDOക്ക് വേണ്ടി നിർമ്മിച്ച ടോപ്പ് സീക്രട്ടായ ഒരു സ്പൈ സാറ്റലൈറ്റ് കൂടിയായിരുന്നു. ഇതിന്റെ സയൻസ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. സാധാരണ സാറ്റലൈറ്റ്സ് നമ്മുടെ ഫോൺ ക്യാമറ പോലെ വിസിബിൾ ലൈറ്റ്സ് മാത്രമേ ക്യാപ്ചർ ചെയ്യൂ. അതുകൊണ്ട് കാമോഫ്ലാഷ് ചെയ്തു വെച്ചിരിക്കുന്ന ടാങ്കുകളോ ബങ്കറുകളോ തിരിച്ചറിയാൻ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ അന്വേഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ടെക്നോളജിയാണ്. ഇത് 100 കണക്കിന് വേവ് ലെങ്സിൽ ഭൂമിയെ സ്കാൻ ചെയ്യും. ഓരോ വസ്തുവിനും അതിൽ ലോഹമായാലോ മണ്ണായാലോ ചെടിയായാലോ പ്രകാശത്തെ തിരിച്ചയക്കുന്നതിൽ അതിൻ്റെതായ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അതായത് ഈ സാറ്റലൈറ്റ് സിഗ്നേച്ചറുകൾ വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുക്കുമെന്നുള്ളതാണ്. ലളിതമായി പറഞ്ഞാൽ കാടിനുള്ളിൽ ശത്രുക്കൾ ഒരു ടാങ്ക് ഒളിപ്പിച്ചു വെച്ച് അതിനു മുകളിൽ ഇലകൾ ഇട്ടാൽ സാധാരണ കണ്ണിന് അത് വെറും ഒരു കാടാണ്. പക്ഷേ അന്വേഷയുടെ കണ്ണിൽ ആ ഇലകൾക്കിടയിലുള്ള മെറ്റൽ കൃത്യമായിട്ട് തെളിഞ്ഞു കാണാം. ശത്രുക്കളുടെ ബങ്കേഴ്സ്, മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈൻസ് അല്ലെങ്കിൽ ബോർഡറിലെ ചെറിയ അനക്കങ്ങൾ പോലും ഒളിച്ചു വെക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ സ്പേസിൽ ഇരുന്നു കൊണ്ട് ശത്രുക്കളെ സ്കാൻ ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു എക്സ്റേ ഐ ആയിരുന്നു ഇത്. ഇതുകൂടാതെ 15 ഫോറിൻ സാറ്റലൈറ്റ്സും ഈ മിഷനിൽ ഉണ്ടായിരുന്നു. ലോഞ്ചിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ് പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിലും തേർഡ് സ്റ്റേജിലുണ്ടായ പ്രഷർ ഡ്രോപ്പ് കാരണം റോക്കറ്റിന്റെ കൺട്രോൾ നഷ്ടമാവുകയും എല്ലാം ക്രാഷ് ആവുകയുമായിരുന്നു. നമ്മുടെ ഡിഫൻസ് ഫോഴ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് നൽകിയിരുന്ന അന്വേഷയുടെ നഷ്ടം ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഏറ്റവും റിലയബിളായ PSLVക്ക് സംഭവിക്കുന്ന ബാക്ക് ടു ബാക്ക് ഫെയിലേഴ്സ് ആണിത്. ഇത് ISROക്കും നമ്മുടെ ഡിഫൻസ് പ്ലാൻസിനും വലിയൊരു സെറ്റ് ബാക്സ് തന്നെയാണ്.